ന്യൂസിലൻഡ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ജനുവരി 3 പ്രഖ്യാപിക്കും. അപ്പോൾ വിശദമായിട്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തരെ. തുടർന്ന് ഇതുപോലത്തെ കായിക വാർത്തകൾ നിങ്ങൾ തേടിയെത്തുന്നതായിരിക്കും. അപ്പം അധികം ദീർഘിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. പരിക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തനായ ക്യാപ്റ്റൻ ഗില്ല് തന്നെ ഏകദിന പരമ്പര നയിക്കും. ഏകദിന വൈസ് ക്യാപ്റ്റൻ സൈസർ ഏകദിന പരമ്പരയുടെ ഭാഗമാവില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. T20 പരമ്പരയ്ക്കും ന്യൂസിലൻഡിനെതിരെയുള്ള ഏകദിന ടീമിനെ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. 2020 പരമ്പരയ്ക്കും 2020 വേൾഡ് കപ്പിനുള്ള ടീമിനെ അടുത്തിടയ്ക്ക് പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ ചെറിയ മിസ്റ്റേക്ക് പറ്റി. ട്രോഫി നടക്കുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള ടീം പ്രഖ്യാപനം നീട്ടിവെച്ചിരിക്കുകയാണ്. അതേസമയം ന്യൂസിലൻഡ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഏകദിന പരമ്പരയിലേക്ക് വന്ന ന്യൂസിലൻഡ് ഒരു രണ്ടാം നിര ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. ജനുവരി 11 ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാകും. ആദ്യ മത്സരം ഉച്ചയ്ക്ക് 1:30 ജനുവരി 11. ജനുവരി 21 5 മത്സര T20 പരമ്പരയും ആരംഭിക്കും. വൈസ് ക്യാപ്റ്റൻ ഷെയ്സർ കായിക ക്ഷമത തിരികെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പരമ്പര തുടങ്ങുമ്പോൾ ഫിറ്റ് ആവില്ല എന്നാണ് വരുന്ന റിപ്പോർട്ട്. ജോലിഭാരം കുറയ്ക്കുന്നതായിരിക്കും പേസർ ബുംറ, ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ എന്നിവർക്ക് T20 ഏകദിന പരമ്പരയിൽ വിശ്രമം നൽകിയേക്കും. 2020 പരമ്പരയിലും 2020 വേൾഡ് കപ്പിലും ഇരുവരെയും കളിപ്പിക്കും. വിക്കറ്റ് കീപ്പറിലേക്ക് വന്ന ഋഷഭ് പന്തിന് പകരം ആരെ എത്തിക്കുമെന്ന് വ്യക്തമല്ല. സഞ്ജു ആയിരിക്കും സാധ്യത. നെതിരെയുള്ള ഏകദിന പരമ്പരയിലും സൂപ്പർ പേസർ മുഹമ്മദ് ഷാമി തിരിച്ചു വന്നേക്കും. 2027 ലോകകപ്പ് മുന്നിൽ കണ്ടാണ് സെലക്ടർമാരുടെ നീക്കം. ഷാമിയുടെ തിരിച്ചുവരവ് അധികം വൈകാതെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ടീമിലേക്ക് 2023 ICC ചാമ്പ്യൻ ട്രോഫിയിലെ പ്രകടനം കഴിഞ്ഞാൽ പിന്നെ അവസരങ്ങൾ ഒന്നും ഷാമിയെ തേടി വന്നിട്ടില്ല. ടൂർണമെന്റിൽ 9 വിക്കറ്റും വീഴ്ത്തിയിരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.